In this video, we are going to discuss the terms sigma notation, partition of an interval, and then Riemann sum. First, we have the definition of a sigma notation. The sum of the n terms a1, a2, a3, etc. an is abbreviated sigma k equal to 1 to n ak. Thus, sigma k equal to 1 to n ak equal to a1 plus a2 plus etc. plus an. അതായത് n നമ്പേഴ്സിൻ്റെ സമ്മ്, n ടേംസിൻ്റെ സമ്മ്. ഫസ്റ്റ് ടേമിനെ നമ്മൾ a1 എന്ന് എടുക്കുന്നു, സെക്കൻഡ് ടേമിനെ a2 എക്സെട്ര, nth ടേമിനെ an. ദെൻ അതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര പ്ലസ് an ആണ്. അതിനെ നമ്മൾ സമ്മേഷൻ നൊട്ടേഷൻ്റെ ഫോമിൽ സിഗ്മ k ഈക്വൽ ടു, അതായത് എ കെ, ജനറലി എ കെ എന്ന് വിളിച്ചു, ദാറ്റ് ഈസ് ദി kth ടേം. എ കെകളുടെ സമ്മ് ഏതുവരെയുള്ള കെ ഈക്വൽ ടു 1 മുതൽ n വരെ. സോ അതിന് നമ്മൾ നൊട്ടേഷനിൽ എങ്ങനെ എഴുതും? സിഗ്മ k ഈക്വൽ ടു 1 to n എ കെ, അല്ലെങ്കിൽ സമ്മേഷൻ k ഈക്വൽ ടു 1 to n എ കെ എന്ന് വായിക്കും. ആൻഡ് ആ വേരിയബിൾ കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ വേരിയബിളിന് കെനെ നമ്മൾ ഇൻഡെക്സ് ഓഫ് സമ്മേഷൻ എന്ന് വിളിക്കും. അതുപോലെ എ കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി kth ടേം, a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, a10 എന്ന് പറഞ്ഞാൽ 10th ടേം. ജനറലി എ കെ മീൻസ് kth ടേം ഓഫ് ദി സമ്മേഷൻ്റെ kth ടേം. ആൻഡ് k ഈക്വൽ ടു 1 to n എന്നാണ് പറഞ്ഞത്. അതിലെ 1നെ നമ്മൾ ലോവർ ലിമിറ്റ് ഓഫ് സമ്മേഷൻ എന്ന് പറയും. n-നെ, അതായത് ഏതുവരെയുള്ള സമ്മാണ് എടുക്കുന്നത്, അതിനെ അപ്പർ ലിമിറ്റ് ഓഫ് സമ്മേഷൻ എന്നും പറയും. Now we have certain examples. Write each of the following sums in expanded form. എക്സ്പാൻഡ് ചെയ്ത ഫോമിൽ എഴുതാൻ, അബ്രീവിയേറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത്, അതിനെ എക്സ്പാൻഡ് ചെയ്ത ഫോം. അപ്പോൾ ഫസ്റ്റ് വൺ സിഗ്മ കെ ഈക്വൽ ടു 1 to 5k. ദാറ്റ് ഈസ് കെക്ക് ആദ്യം നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 1, then പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5. ഇതിനൊരു ആൻസർ കിട്ടും. അത് നമുക്ക് ആവശ്യമില്ല, നമ്മളോട് എക്സ്പാൻഡ് ചെയ്ത ഫോമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഈസ് ദി എക്സ്പാൻഡഡ് ഫോം. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് എഴുതാം. ദെൻ ഫോർത്ത് വൺ നോക്കാം. സിഗ്മ കെ ഈക്വൽ ടു 1 to 15 മൈനസ് 1 റൈസ് ടു കെ ഇൻറ്റു കെ ക്യൂബ്. അപ്പോൾ ആദ്യം അതിന് നമുക്ക് മൈനസ് 1 റൈസ് ടു 1 കൊടുക്കാം. അപ്പോൾ മൈനസ് 1 റൈസ് ടു 1 ഇൻറ്റു 1 ക്യൂബ് പ്ലസ്, ദെൻ അടുത്തത് 2 ആണ് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് 2 ക്യൂബ് പ്ലസ് 3 കൊടുക്കുമ്പോൾ മൈനസ് 1 ഹോൾ ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് പ്ലസ് എക്സെട്ര. ഏതുവരെ വരും? 15ാമത്തെ ടേം ഇങ്ങനെ വരും. മൈനസ് 1 റൈസ് ടു 15 റൈസ് ടു 15 ക്യൂബ് എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തത് മൈനസ് 1 റൈസ് ടു 1, മൈനസ് 1 ആണ്, 1 ക്യൂബ് 1 തന്നെ, സോ മൈനസ് 1 പ്ലസ് നെക്സ്റ്റ് മൈനസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, ദെൻ 2 ക്യൂബ്, ദെൻ മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്, സോ മൈനസ് 3 ക്യൂബ്. അപ്പോൾ ഇങ്ങനെ ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസിൽ ഇങ്ങനെ വരും. ലാസ്റ്റ് മൈനസ് 1 റൈസ് ടു 15 ആണ്, ഓഡ് നമ്പറാണ്, സോ ദിറ്റ് ഈസ് മൈനസ് 15 ക്യൂബ് എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് വി ഹാവ് സിഗ്മ കെ ഈക്വൽ ടു 1 to 10 സൈൻ കെ പൈ ബൈ 4. അപ്പോൾ കെക്ക് 1 മുതൽ 10 വരെയുള്ള വാല്യൂ കൊടുത്താൽ ആദ്യത്തത് സൈൻ കെക്ക് 1 കൊടുക്കുമ്പോൾ സൈൻ പൈ ബൈ 4 പ്ലസ് സൈൻ 2 പൈ ബൈ 4 പ്ലസ് സൈൻ 3 പൈ ബൈ 4 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് വാല്യൂ 10 ആണ്, സൈൻ 10 പൈ ബൈ 4. ഇങ്ങനെയാണ് അതിനെ എക്സ്പാൻഡഡ് ഫോമിൽ നമ്മൾ എഴുതുന്നത്. ഈ സമ്മേഷന് ഒരുപാട് റൂൾസ് ഉണ്ട്, അതേപോലെ സമ്മേഷൻ ഫോർമുലാസ് ഉണ്ട്. ഫസ്റ്റ് സമ്മേഷൻ റൂൾസ്. സിഗ്മ കെ ഈക്വൽ ടു 1 to n സി ഇൻറ്റു എ കെ ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 എ കെ, വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു കുറേ ടേംസിൻ്റെ സമ്മേഷൻ. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇത് വരുന്നത് ഇവിടെ നമ്മൾ നേരെ ആ സമ്മേഷൻ്റെ ഫോമുല കൊടുത്താൽ CA1 പ്ലസ് CA2 പ്ലസ് എക്സെട്ര പ്ലസ് CAN എന്ന് വരും. അപ്പോൾ C ഔട്ട് സൈഡ് എടുത്താൽ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN.
that is C into ഇതിനെ സമ്മേഷൻ്റെ ഫോമിൽ എഴുതിയാൽ k equal to 1 to n ak എന്ന് എഴുതും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. സോ ഇതിൽ ഓരോന്നും നമുക്ക് ആ സമ്മേഷൻ്റെ ഡയറക്റ്റ് ഫോമുല ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ അത് സം റൂളാണ്. സിഗ്മ k equal to 1 ak പ്ലസ് bk, അതായത് രണ്ട് സമ്മുകളുടെ സമ്മേഷൻ ദാറ്റ്സ് ഈക്വൽ ടു സമ്മേഷൻസിൻ്റെ സമ്മായിരിക്കും. അതായത് സിഗ്മ k equal to 1 to n ak സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും പ്ലസ് സിഗ്മ k equal to 1 to n bk. അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ സിഗ്മ k equal to 1 to n ak minus bk equal to സിഗ്മ k equal to 1 to n ak minus sigma k equal to 1 to n bk. Now we have summation formulas, that is sigma k equal to 1 to n c. അതായത് ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ 1 മുതൽ n വരെ ആഡ് ചെയ്യും. that is sigma k equal to 1 to 10 20 ആണെങ്കിൽ that's equal to n into c. ഈ 10 into ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് എത്രയാണോ അത്ര. ദാറ്റ് ഈസ് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സിഗ്മ k equal to 1 to n c എന്ന് പറഞ്ഞാൽ c n ടൈംസ് ആഡ് ചെയ്യുക. അതായത് c++ എക്സെട്ര പ്ലസ് c n ടൈംസ്. അപ്പോൾ 10 വരെയാണെങ്കിൽ c++ എക്സെട്ര പ്ലസ് c 10 സികൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 10c എന്ന് കിട്ടും. ദാറ്റ് ഈസ് ജനറലി nc. ദെൻ സിഗ്മ k equal to 1 to n k, അതായത് k equal to 1 to n k എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + എക്സെട്ര പ്ലസ് n വരെ ആഡ് ചെയ്യാം. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്. അപ്പോൾ 1 + 2 + 3 + എക്സെട്ര പ്ലസ് 10 ആണെങ്കിൽ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സമ്മ്. ഇത് കാണാനുള്ള ഇക്വേഷൻ n into n + 1/2. ഇവിടെയാണെങ്കിലോ 10 into 10 + 1/2 ഈസ് 10 into 11/2 അങ്ങനെ കിട്ടും. ഇനി അടുത്തത് സ്ക്വയേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ്. സിഗ്മ k equal to 1 to n k square, അതായത് 1 square + 2 square + എക്സെട്ര പ്ലസ് n square. അത് കാണാനുള്ള ഇക്വേഷൻ n into n + 1 into 2n + 1 divided by 6. ദെൻ ക്യൂബിൻ്റെ സമ്മ്, അതായത് 1 cube + 2 cube + എക്സെട്ര പ്ലസ് n cube. തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള n ക്യൂബുകളുടെ സമ്മ്. ഇക്വേഷൻ വരുന്നത് n into n + 1 divided by 2 whole square. അപ്പോൾ ഈ 4 ഫോമുലാസും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രോബ്ലംസിൽ യൂസ് ചെയ്യുന്നത്. ദെൻ റൈറ്റ് ദ ഫോളോവിങ് സംസ് ഇൻ എക്സ്പാൻഡഡ് ഫോം. അതിലെ ഫസ്റ്റ് വൺ സിഗ്മ k equal to 1 to n 1/n into 2k - 1. സോ ഇവിടെ k equal to 1 to 5 6 അങ്ങനെ ഒന്നല്ല, 1 to n ആണ്. 1/n into 2k - 1. That is sigma k equal to 1 to n 1/n into 2k - 1. That means expand ചെയ്താൽ 1/n into ആദ്യം kക്ക് 1 കൊടുത്താൽ 2 - 1 പ്ലസ് 1/n into kക്ക് 2 കൊടുത്താൽ 4 - 1 പ്ലസ് എക്സെട്ര പ്ലസ് 1/n into kക്ക് n കൊടുത്താൽ 2n - 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/n പ്ലസ് 3/n പ്ലസ് അടുത്തത് 5/n വരും പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം 2n - 1/n എന്ന് വരും. സോ ഇത് വേണമെങ്കിൽ നമുക്ക് 1/n കോമൺ ആയിട്ടെടുത്ത് 1 + 3 + 5 + എക്സെട്ര അങ്ങനെ എഴുതാം. സോ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്താലും മതി. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിലെ ഓരോ ടേം നമുക്കിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വി ഹാവ് ആ തിയറം ഉപയോഗിച്ച്, അതായത് സമ്മേഷൻ റൂളും ഫോമുലാസും എല്ലാം ഉപയോഗിച്ച് കാണാനുള്ളതാണ്. സിഗ്മ k equal to 1 to 10 3, അതായത് ഫസ്റ്റ് റൂളാണ് സിഗ്മ k equal to 1 to n c, ദാറ്റ് ഈസ് n c ആയിരുന്നു. അപ്പോൾ അവിടെ സിഗ്മ k equal to 1 to 10 n equal to 10 ആണ്, c equal to 3 ആണ്. അപ്പോൾ 3c എന്ന് കിട്ടും. 3 into 10 ദാറ്റ് ഈസ് 30 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് സിഗ്മ k equal to 1 to 20 k. ഇവിടെ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം, അതായത് 1 + 2 + 3 + എക്സെട്ര പ്ലസ് 20 ആണ് കാണേണ്ടത്. അപ്പോൾ ബൈ ഫോമുല n into n + 1 divided by 2 ആണ്. n equal to ഹിയർ n equal to 20 ആണ്. സോ 20 into 20 + 1 divided by 2. 20 into 21 divided by 2 that is equal to 210 എന്ന് കിട്ടും. 210. ദെൻ അടുത്തത് സിഗ്മ k equal to 1 to 50
k square ആണ്. അതിനും നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അതായത് 1 square plus 2 square plus etc. 50 square ആണ് കാണുന്നത്. അപ്പോൾ 50 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ആണ്. സോ n എന്ന് പറഞ്ഞാൽ ഇവിടെ 50 ആണ്. സോ 50 ഇൻറ്റു 50 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 50 പ്ലസ് 1 2 into 50 plus 1 divided by 6. So we get 42,925 എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് സമ്മേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ സമ്മേഷൻ റൂൾസും ഫോർമുലാസും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n. ബാക്കിയുള്ള ടേം മുഴുവൻ ഈ സമ്മേഷൻ മൊത്തത്തിൽ ഇതിനെല്ലാത്തിനും ബാധകമാണ്. k/n ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4/n. സോ അപ്പോൾ ആദ്യം ഈ സമ്മേഷൻ നമ്മൾ കാണണം, ദെൻ അതിന് ലിമിറ്റ് കൊടുക്കണം. ലാസ്റ്റാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n. നമ്മൾ k/n ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു 4/n. k/n ഹോൾ സ്ക്വയർ മീൻസ് k സ്ക്വയർ ബൈ n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4/n. അപ്പോൾ 4/n നമുക്ക് ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സിഗ്മ k ഈക്വൽ ടു 1 to n 4k സ്ക്വയർ ഡിവൈഡ് ബൈ n ക്യൂബ് പ്ലസ് 8/n എന്ന് കിട്ടും. ദെൻ നമുക്ക് ഇതിൽ സിഗ്മ നമുക്കറിയാം, സിഗ്മ എ കെ പ്ലസ് ബി കെ നമുക്കറിയാം. സിഗ്മ എ കെ പ്ലസ് സിഗ്മ ബി കെ ആണ്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n 4k സ്ക്വയർ ബൈ n ക്യൂബ് പ്ലസ് സിഗ്മ k ഈക്വൽ ടു 1 to n 8/n. ദെൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ സമ്മേഷൻ കൊടുക്കുന്നത് കേക്കാണ്. കെ എന്നുള്ള വേരിയബിൾ കെ ആണ് നമുക്ക് വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് സമ്മേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലാത്ത ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ 4 കോൺസ്റ്റൻ്റ് ആണ്, n ക്യൂബ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 4/n ക്യൂബ് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി സിഗ്മ k ഈക്വൽ ടു 1 to n k സ്ക്വയർ പ്ലസ് ഇവിടെ 8 കോൺസ്റ്റൻ്റ് ആണ്, n കോൺസ്റ്റൻ്റ് ആണ്. സോ 8/n ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to n. ബാക്കി ഇവിടെ 1 ആണുള്ളത്. 8/n ഔട്ട് സൈഡ് എടുത്താൽ. സോ വി ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4/n ക്യൂബ്. ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. അതായത് സ്ക്വയേഴ്സിൻ്റെ സമ്മാണുള്ള ഇക്വേഷൻ. 8/n ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to n 1 എന്ന് പറഞ്ഞാൽ n c എന്നുള്ള ഫോർമുല. c പറഞ്ഞാൽ ഇവിടെ 1 ആണ്. സോ n ഇൻറ്റു 1. ദെൻ വി ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ 4/n ക്യൂബ് ഡിവൈഡ് ബൈ 6 ഉണ്ട്. സോ 4/6n ക്യൂബ്. ദെൻ ഇതിൽ ഓരോ ബ്രാക്കറ്റിൽ നിന്നും നമുക്ക് ഓരോ n ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് n ക്യൂബ് ഔട്ട് സൈഡ് എടുക്കാം. n ക്യൂബ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ബ്രാക്കറ്റിൽ ഇവിടെ 1 പ്ലസ് 1/n വരും. 1 പ്ലസ് 1/n. സെക്കൻഡ് ബ്രാക്കറ്റിൽ 2 പ്ലസ് 1/n. ദെൻ പ്ലസ് ഇവിടെ 8/n n ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ് 8. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4/6 മീൻസ് 2/3. ദെൻ n ക്യൂബ് ക്യാൻസൽ ചെയ്തു. 1 പ്ലസ് 1/n ഇൻറ്റു 2 പ്ലസ് 1/n പ്ലസ് 8 എന്ന് കിട്ടും. ദെൻ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2/3 ഇൻറ്റു 1 പ്ലസ് 1/infinity പ്ലസ് ഇൻറ്റു 2 പ്ലസ് 1/infinity പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 8 ഇറ്റ് സെൽഫ്. സോ 2/3 ഇൻറ്റു 1 ഇൻറ്റു 2 പ്ലസ് 8 ദാറ്റ് ഈസ് 4/3 പ്ലസ് 8. സോ വി ഗെറ്റ് 28/3. So that is the
answer of limit n tends to infinity sigma k equal to 1 to n k by n whole square plus 2 into 4 by n. സോ ഇങ്ങനെയാണ് നമ്മൾ സമ്മേഷൻ റൂൾസ് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി കൺസിഡർ ദ ടേം പാർട്ടീഷൻ ഓഫ് ആൻ ഇൻ്റർവൽ. പാർട്ടീഷൻ ഓഫ് ആൻ ഇൻ്റർവൽ. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലിനെ നമ്മൾ പാർട്ടീഷൻ, ആ വേർഡ് മീനിങ് തന്നെ പാർട്ടീഷൻ നടത്തുക, നമ്മൾ വിഭജിക്കുക. ദാറ്റ് ഈസ് വി കൺസിഡർ എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. എ ബി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ കൺസിഡർ ചെയ്തു. പാർട്ടീഷനെ നമ്മൾ പി, ക്യാപിറ്റൽ പി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഈസ് എ ഫൈനൈറ്റ് ഓർഡേർഡ് സെറ്റ്. ഒരു ഫൈനൈറ്റ് സെറ്റാണ്, ഫൈനൈറ്റ് നമ്പർ എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ്. അതിനൊരു ഓർഡർ ഉണ്ട്. ദാറ്റ് ഈസ് വി കൺസിഡർ പി ആസ് എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സെട്ര എക്സ് എൻ, വേർ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എ ആദ്യത്തേതായിരിക്കും, എക്സ് എൻ എന്ന് പറഞ്ഞാൽ ബി ആയിരിക്കും അവസാനത്തെ പോയിന്റ്. ആൻഡ് ഇനി ഓർഡർ എന്താണെന്ന് വെച്ചാൽ എക്സ് നോട്ട് ലെസ് ദാൻ, എക്സ് വൺ ലെസ് ദാൻ, എക്സ് ടു ലെസ് ദാൻ, എക്സെട്ര ലെസ് ദാൻ എക്സ് എൻ. എക്സ് എൻ എന്ന് പറഞ്ഞാൽ ബിയും എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എയുമാണ്. അതായത് ഇൻക്രീസിങ് ഓർഡർ, എക്സ് നോട്ടിനേക്കാൾ വലുതായിരിക്കും എക്സ് വൺ, അതിനേക്കാൾ വലുതായിരിക്കും എക്സ് ടു, എക്സെട്ര ഏറ്റവും വലുത് എക്സ് എൻ ബി ആയിരിക്കും, ഏറ്റവും ചെറുത് എയും ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഫൈനൈറ്റ് ഓർഡേർഡ് സെറ്റിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇതിലിപ്പോൾ n+1 പോയിൻറ്റ്സ് ഉണ്ട്, എക്സ് നോട്ട് മുതൽ എക്സ് എൻ വരെ n+1 പോയിൻറ്റ്സ് ഉണ്ട്. n+1 പോയിൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് n ഇൻ്റർവൽസ് കിട്ടും. അതായത് ഒരു ഇൻ്റർവൽ, ആദ്യത്തെ ഇൻ്റർവൽ നമ്മൾ എക്സ് നോട്ട് എക്സ് വൺ എന്ന് എഴുതും, അടുത്തത് എക്സ് വൺ എക്സ് ടു, ദെൻ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര, അവസാനത്തത് എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ എന്നെഴുതും. സോ n ഇൻ്റർവൽസ് കിട്ടും. ഇവയെ നമ്മൾ പറയുന്നത് സബ് ഇൻ്റർവൽസ് എന്നാണ്. അതായത് പാർട്ടീഷൻ നടത്തിയിട്ട് ഒരു ഇൻ്റർവെല്ലിനെ പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇൻ്റർവൽസ് സബ് ഇൻ്റർവൽസ് എന്ന് പറയും. ഇനി സബ് ഇൻ്റർവെല്ലിനെ കേത്ത് സബ് ഇൻ്റർവൽ, നമ്മളൊരു ജനറൽ ഫോം, ഇത് ഫസ്റ്റ് സബ് ഇൻ്റർവെല്ലാണ്, ഇത് സെക്കൻഡ്, ഇത് nth. അപ്പോൾ കേത്ത് സബ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് എക്സ് വൺ വരും, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു, തേർഡ് എന്ന് പറഞ്ഞാൽ എക്സ് ടു എക്സ് ത്രീ എന്ന് വരും. അപ്പോൾ കേത്ത് സബ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ എക്സ് കെ മൈനസ് വൺ എക്സ് കെ എന്ന് വരും. ദിസ് ഈസ് ദി കേത്ത് സബ് ഇൻ്റർവൽ. ഇറ്റ് ഈസ് കാൾഡ് കേത്ത് സബ് ഇൻ്റർവൽ ഓഫ് ദി പാർട്ടീഷൻ പി. ഇനി ഒരു സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത്ത്, അപ്പോൾ ഫസ്റ്റ് സബ് ഇൻ്റർവലിൻ്റെ ഇൻ്റർവലിൻ്റെ ലെങ്ത്ത് ആണ് നമുക്കറിയാം, മൈനസ് ചെയ്താൽ മതി, എക്സ് വൺ മൈനസ് എക്സ് നോട്ട്, സെക്കൻഡിൻ്റെ എക്സ് ടു മൈനസ് എക്സ് വൺ, തേർഡിൻ്റെ എക്സ് ത്രീ മൈനസ് എക്സ് ടു. അപ്പോൾ കേത്ത് സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത്ത് എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് വൺ. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എക്സ് കെ എന്നാണ്, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെൽറ്റ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത്ത്, ഡെൽറ്റ എക്സ് ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത്ത്. സോ ഇൻ ജനറൽ കേത്ത് സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ എക്സ് കെ, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് കെ മൈനസ് വൺ ഓർ സിംപ്ലി ഡെൽറ്റ എക്സ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടേമാണ് നോം, NORM, നോം ഓഫ് എ പാർട്ടീഷൻ. ഒരു പാർട്ടീഷൻ്റെ നോം. നോം ഓഫ് എ പാർട്ടീഷൻ മീൻസ് ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പാർട്ടീഷൻസ് ലോങ്ങസ്റ്റ് സബ് ഇൻ്റർവൽ. നോം ഓഫ് എ പാർട്ടീഷൻ പി, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ മോഡുലസ് പി എന്നിങ്ങനെ എഴുതും. മോഡുലസിൽ ഒരു ലൈനേ ഉണ്ടാവുള്ളൂ, അതിന് പകരം 2 ലൈന് എഴുതാം. വായിക്കുന്നത് നോം പി എന്ന് വായിക്കും, ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. സോ നോം പി മീൻസ് ഇറ്റ് ഈസ് ദി ആ പാർട്ടീഷൻ്റെ, ഏത് പാർട്ടീഷൻ്റെ നോമാണോ നമ്മൾ കാണുന്നത് ആ പാർട്ടീഷൻ്റെ ലോങ്ങസ്റ്റ് സബ് ഇൻ്റർവലിൻ്റെ ലെങ്ത്ത്. അതായത് ഒരു പാർട്ടീഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സബ് ഇൻ്റർവൽസ് കിട്ടും അല്ലേ, അതിൻ്റെ ലെങ്ത്ത് കിട്ടും. ഡെൽറ്റ എക്സ് വൺ, ഡെൽറ്റ എക്സ് ടു എക്സെട്ര ഡെൽറ്റ എക്സ് എൻ കിട്ടും. ആ സെറ്റിലെ മാക്സിമം ലോങ്ങസ്റ്റ് ലെങ്ത്ത്, ദാറ്റ് ഈസ് മാക്സിമം ഓഫ് ഡെൽറ്റ എക്സ് വൺ, ഡെൽറ്റ എക്സ് ടു എക്സെട്ര ഡെൽറ്റ എക്സ് എൻ, ദാറ്റ് ഈസ് കാൾഡ് നോം ഓഫ് ദി
പാർട്ടീഷൻ. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിന് നമുക്ക് ഒരുപാട് പാർട്ടീഷൻ എഴുതാൻ പറ്റും. പല രീതിയിൽ ഈക്വൽ ലെങ്ത് വരുന്ന പാർട്ടീഷൻ എഴുതാം, ഈക്വൽ ലെങ്ത് അല്ലാതെ വരുന്ന പാർട്ടീഷൻ എഴുതാം. ഒരു ഇൻ്റർവെല്ലിനെ നമുക്ക് ഒരുപാട് പാർട്ടീഷൻ യുണീക്ക് അല്ല. അപ്പോൾ പാർട്ടീഷൻ മാറുന്നതനുസരിച്ച് സബ് ഇൻ്റർവെൽസ് മാറും, അവയുടെ ലെങ്ത് മാറും, നോം മാറും, എല്ലാം മാറും. സോ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് കൺസിഡർ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,3 എന്ന് പറയുന്ന ഇൻ്റർവെല്ല് നമ്മൾ കൺസിഡർ ചെയ്തു. നമുക്കിതിനൊരു പാർട്ടീഷൻ കണ്ടുപിടിക്കണം. സോ നമ്മളൊരു പാർട്ടീഷൻ പി എടുത്തു. ഫസ്റ്റ് പോയിൻ്റ് 0 ആയിരിക്കണം. ദെൻ അടുത്തത് നമ്മൾ 0.5 എന്നെടുത്തു. ദെൻ നെക്സ്റ്റ് 1, 1.6, ദെൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരണം. 2, 2.2, 2.2, ദെൻ 3. ലാസ്റ്റ് പോയിൻ്റ് 3 ആയിരിക്കണം. ഫസ്റ്റ് പോയിൻ്റ് ഇൻ്റർവെല്ലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റും ലാസ്റ്റ് പോയിൻ്റ് ഇൻ്റർവെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് പോയിൻറ്റും ആയിരിക്കണം. ഇതൊരു പാർട്ടീഷനാണ്. അപ്പോൾ നമുക്ക് വേറൊരു പാർട്ടീഷൻ വേണമെങ്കിൽ നമുക്ക് 0, 1, 2, 3 ഇതും ഒരു പാർട്ടീഷനാണ്. P = 0, 1, 2.5, 3 ഇതും ഒരു പാർട്ടീഷനാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടീഷൻ എടുക്കുകയാണ്. അപ്പോൾ അതിൽ സബ് ഇൻ്റർവെൽസ് എഴുതാം. ഫസ്റ്റ് സബ് ഇൻ്റർവെല്ല് 0, 0.5 എന്ന് എഴുതും. അതിൻ്റെ ലെങ്ത്ത് 0.5 - 0 0.5 ആണ്. ഇത് ഡെൽറ്റ എക്സ് കെകളാണ്. ഇനി സെക്കൻഡ് സബ് ഇൻ്റർവെൽ 0.5 മുതൽ 1 വരെ 1 ലെങ്ത്ത് വരുന്നത് 0.5 ആണ്. നെക്സ്റ്റ് 1 to 1.6 ലെങ്ത്ത് വരുന്നത് 0.6. ദെൻ 1.6 മുതൽ 2 വരെ ലെങ്ത്ത് 0.4. 2 മുതൽ 2.2 വരെ ദാറ്റ് ഈസ് 0.2. ദെൻ 2.2 മുതൽ 3 വരെ ദാറ്റ് ഈസ് വി ഗെറ്റ് ഇറ്റ് ഈസ് 0.8 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഡെൽറ്റ എക്സ്. ഇനി നോം പി കാണാൻ നമുക്കറിയാം ഇറ്റ് ഈസ് മാക്സിമം ഓഫ് ദിസ് ലെങ്ത്ത്, മാക്സിമം ഓഫ് ഈ ലെങ്ത്തുകളുടെ മാക്സിമം ഏറ്റവും വലുത്, അത് ലെങ്ത്തിൽ ഏറ്റവും വലുതുള്ളത് 0.5 ഉണ്ട്, അടുത്തതും 0.5 ആണ്. ദെൻ 0.6, 0.4, 0.2, ദെൻ 0.8 എല്ലാ ലെങ്ത്തും എഴുതി. അതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.8 ആണ്. 0.8. സോ ദിസ് ഈസ് ദി മാക്സിമം. ഇനി നമ്മൾ ഇങ്ങനെ ഈ ഇൻ്റർവെല്ലാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെങ്ത്ത് എല്ലാ ലെങ്ത്തും 1 വരും. സോ നോം എന്തായിരിക്കും? മാക്സിമം ഓഫ് 1, 1, 1 എന്ന് കിട്ടും. സോ നോമും 1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദി പാർട്ടീഷൻ, സബ് ഇൻ്റർവെൽസ് ആൻഡ് ഇറ്റ്സ് ലെങ്ത്ത്, നോം. Then next we consider the term Riemann sum. Riemann sum. Riemann is a famous mathematician. Riemann sum means we consider an interval, closed interval AB, and a partition P of a closed interval AB. അതിൻ്റെ ഫോം നമുക്കറിയാം. അപ്പോൾ ഓരോ പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് സബ് ഇൻ്റർവെൽസ് ഉണ്ടാവും. സോ വി കൺസിഡർ എ പോയിൻ്റ് CK. ഓരോ പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പോയിൻ്റ് CK കണ്ടുപിടിക്കാൻ പറ്റും. വേർ CK ബിലോങ്സ് ടു kth സബ് ഇൻ്റർവെൽ. അതായത് ഓരോ സബ് ഇൻ്റർവെലിൽ നിന്ന് ഓരോ പോയിൻ്റ് എടുക്കുക. xk - 1 xk. അത് ഈ C1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ് ഇൻ്റർവെല്ലിലായിരിക്കും, x1 x0 x1-ലെ. C2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സബ് ഇൻ്റർവെല്ലിൽ. സോ ഇൻ ജനറൽ CK മീൻസ് ഇറ്റ് ഈസ് എ പോയിൻ്റ് ഇൻ kth സബ് ഇൻ്റർവെൽ. kth സബ് ഇൻ്റർവെല്ലിലെ ഏതോ ഒരു പോയിൻ്റ്. അത് ചിലപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആയിട്ട് എടുക്കാം, റൈറ്റ് ഹാൻഡ് പോയിൻ്റ് ആയിട്ട് എടുക്കാം, മിഡ് പോയിൻ്റ് ആയിട്ട് എടുക്കാം, നമ്മൾ ഇഷ്ടം പോലെ. എങ്ങനെ ആയാലും ആ ഒരു ഇൻ്റർവെല്ലിനുള്ളിലുള്ള ഒരു പോയിൻ്റ് ആയിരിക്കണം. C1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ്റർവെല്ലിലെ, C2 എന്ന് പറയുന്നത് സെക്കൻഡ് സബ് ഇൻ്റർവെല്ലിലെ, എക്സെട്ര. അങ്ങനെ ഇൻ ജനറൽ CK മീൻസ് ഇറ്റ് ഈസ് എ പോയിൻ്റ് ഇൻ kth സബ് ഇൻ്റർവെൽ, xk - 1 xk. ദെൻ ദി Riemann sum, it is denoted by S എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. SP, that is Riemann sum with respect to the partition P. അതിനാണ് SP എന്ന് എഴുതുന്നത്. SP എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ k = 1 to n f of CK ഡെൽറ്റ XK അല്ലെങ്കിൽ f of CK ഡെൽറ്റ x എന്ന് എഴുതാറുണ്ട്. is known as the Riemann sum for f on AB. f എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ AB എന്ന ഇൻ്റർവെല്ലിലെ റീമാൻ സം എന്ന് പറയുന്നത്
with respect to a partition P. ഏത് പാർട്ടീഷനാണോ നമ്മൾ എടുക്കുന്നത് with respect to that partition. SP equal to sigma k equal to 1 to n f of ck delta xk, that is known as the Riemann sum. ഇനി ഈ Riemann sum നമുക്ക് കാണാനുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. We consider the function f of x equal to x square on closed interval 1, 3. n equal to 5 എന്ന് തന്നിട്ടുണ്ട്. ck മീൻസ് റൈറ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് എൻഡ് പോയിൻ്റ്. ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് കെ എന്ന് പറയുന്നത് ബി മൈനസ് എ ഡിവൈഡ് ബൈ എൻ എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ബി മൈനസ് എ ബൈ എൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എ 1, ബി എന്ന് പറഞ്ഞാൽ 3. 3 മൈനസ് 1 ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ 5, ദാറ്റ് ഈസ് 2/5. എ എന്ന് പറഞ്ഞാൽ 1, ബി എന്ന് പറഞ്ഞാൽ 3. ദെൻ ഫോർ എവരി കെ ഇത് 2/5 ആണ്, ഫിക്സഡ് ആണ്. സോ നമുക്ക് ഈ സമ്മ് കാണണം. സമ്മ് കാണണമെങ്കിൽ എഫ് ഓഫ് സി കെ കാണണം. സി കെ എന്ന് പറഞ്ഞാൽ റൈറ്റ് എൻഡ് പോയിൻ്റ് ആണ് ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും. C1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ് ഇൻ്റർവെല്ലിൻ്റെ റൈറ്റ് എൻഡ് പോയിൻ്റ്, C2 സെക്കൻഡ് സബ് ഇൻ്റർവെല്ലിൻ്റെ റൈറ്റ് എൻഡ് പോയിൻ്റ്, അങ്ങനെ. അപ്പോൾ സബ് ഇൻ്റർവെൽസ് കാണണം. അപ്പോൾ x0 നമുക്കറിയാം എ ആണ്, 1 ആണ്. x1 എന്ന് പറഞ്ഞാൽ ഈ x1ഉം x0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെൽറ്റ x1 അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ x1 ഫസ്റ്റ് സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഫിക്സഡ് ആണ്. നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടു, 2/5. അപ്പോൾ x0ൻ്റെ കൂടെ ഈ ഡെൽറ്റ എക്സ് ആഡ് ചെയ്താൽ 2/5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x1 കിട്ടും. ദാറ്റ് ഈസ് 1 + 2/5. as we get 7/5. then x2 എന്ന് പറഞ്ഞാൽ ഈ x1ൻ്റെ കൂടെ 2/5 ആഡ് ചെയ്യാം. 7/5 + 2/5, that is 9/5. then x3 means x2ൻ്റെ കൂടെ 2/5 വീണ്ടും ആഡ് ചെയ്യുക. ലെങ്ത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. that is we get 11/5. then x4 equal to 11/5 + 2/5, that is 13/5. നമുക്ക് ബി കിട്ടുന്നത് വരെ ഇത് ചെയ്യണം. x5 equal to 13/5 + 2/5, that is 15/5, that is 3. ഇതാണ് ബി. സോ ഇത്രയും നമ്മൾ കണ്ടു. ഇനി ഫസ്റ്റ് സബ് ഇൻ്റർവെല്ല് x0 x1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1. x1 നമ്മൾ കണ്ടു 7/5. ദെൻ ഇതിൻ്റെ ലെങ്ത്, സോ C1 എന്ന് പറഞ്ഞാൽ റൈറ്റ് എൻഡ് പോയിൻ്റ്, ദാറ്റ് ഈസ് 7/5. ദെൻ സെക്കൻഡ് വൺ x1 x2, ദാറ്റ്സ് ഈക്വൽ ടു 7/5 9/5, ദാറ്റ് ഈസ് C2 എന്ന് പറഞ്ഞാൽ 9/5. ദെൻ x2 x3, ദാറ്റ്സ് ഈക്വൽ ടു 9/5 11/5, C3 equal to 11/5. then x3 x4 ആണ് അടുത്ത ഇൻ്റർവെല്ല്. ദാറ്റ്സ് ഈക്വൽ ടു 11/5 13/5. then C4 equal to 13/5. then last interval x4 x5, that's equal to 13/5 3, അല്ലേ? that is C5 equal to 3, റൈറ്റ് എൻഡ് പോയിൻ്റ്. സോ എല്ലാത്തിലും നമ്മൾ റൈറ്റ് എൻഡ് പോയിൻ്റ് ആണ് എടുത്തു. നമ്മുടെ ചോയ്സ് അങ്ങനെയാണ്. ദെൻ ദ റീമാൻ സം SP equal to sigma k equal to 1 to n f of ck ഡെൽറ്റ എക്സ് കെ അല്ലെങ്കിൽ ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് സിഗ്മ k equal to 1 to n എന്ന് പറഞ്ഞാൽ 5 f of ck. f of x എന്ന് പറഞ്ഞാൽ x² ആണ്, അല്ലേ? അപ്പോൾ എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ CK² ആയിരിക്കും. സോ CK² ഇൻറ്റു ഡെൽറ്റ എക്സ് പറഞ്ഞാൽ 2/5. അപ്പോൾ നമുക്കറിയാം 2/5 കോൺസ്റ്റൻ്റ് ആണ്. 2/5 സിഗ്മ k equal to 1 to 5 CK², that is 2/5 ഇൻറ്റു
C1 square plus C2 square C3 square plus C4 square plus C5 square. ഓരോന്നിൻ്റെയും വാല്യൂ നമുക്കറിയാം. C1 എന്ന് പറഞ്ഞാൽ 7/5 ആണ് സ്ക്വയർ, പ്ലസ് 9/5 സ്ക്വയർ, പ്ലസ് 11/5 സ്ക്വയർ, പ്ലസ് 13/5 square, plus 3 square. So we get 2/5 into ഓരോന്നിൻ്റെയും സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ഈ ലാസ്റ്റ് ഇത് 9 എന്ന് കിട്ടും. പ്ലസ് അതിൻ്റെ മുന്നേ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 420 divided by 25 എന്ന് കിട്ടും, പ്ലസ് 9. So by simplifying we get it is 645/25 into 2/5. That is we get 258 divided by 25. That's equal to 10.32. So that is the Riemann sum in this case. Thank you.